ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എന്ത് വിശേഷം? ഇന്ന് ഇത് ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ ഒരു 1/2 കിലോ പോലെ ഉണ്ട്, 1/2 കിലോഗ്രാം. നമുക്കിത് ഹണി ചിക്കൻ ആക്കാം. ഹണി ചിക്കൻ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് പറയട്ടെ. ഈ എല്ലില്ലാത്ത ചിക്കനിലേക്ക് ഒരു എഗ്ഗ് ഇടുക, ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച്, ഇനി കുറച്ച് കോൺഫ്ലവർ ഇടുക. ഈ ചെറിയ സ്പൂണിന് 2 പ്രാവശ്യം കോൺഫ്ലവർ ഇടുക. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതും ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്, കുറച്ച് 1 സ്പൂണ് സോയാ സോസ് ഒഴിക്കുക. പിന്നെ കുറച്ചൊരു 1 സ്പൂൺ തന്നെ വിനാഗിരി ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചിട്ട് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിങ്ങനെ എല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് കുഴച്ചിട്ട് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചെയ്താൽ നല്ലോണം ഉപ്പും എല്ലാം പിടിക്കും അതിന്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നിട്ട് ചെയ്യാം. ഞാനിതിന് ഒരു 2 മണിക്കൂർ വെക്കട്ട്, അതിനുശേഷം ചെയ്യാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ, കമൻറ്റിലൂടെ. ഓക്കെ, ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാനിത് ഇങ്ങ് എടുത്ത് ഫ്രിഡ്ജിലുണ്ടായിന് എടുത്ത്, ഇനി അത് ഫ്രൈ ചെയ്യാനിടാം. ഒരു ലൈറ്റ് ഫ്രൈ ചെയ്താൽ മതി, ഒരു ഗോൾഡൻ ബ്രൗൺ. ഈ ചിക്കനിലെ മസാല പുരട്ടി വെക്കുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിന്, അപ്പോൾ അത് വീഡിയോ മിസ്സായിപ്പോയിന്. 1 സ്പൂൺ ജിഞ്ചറും 1 സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചിന്. എല്ലാവരും ചിക്കൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ. ആ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഇത്രയും ഒരു കൂടി വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടുക, ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. വെളുത്തുള്ളി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാൻ തന്നെ വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഈ വെളുത്തുള്ളി ഇടുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഈ ഒരു ചെറിയ സ്പൂണ് ചില്ലി പൗഡർ ഇടുന്നുണ്ട്, കാശ്മീരി ചില്ലിയാണ്. കുറച്ച് ഉപ്പ് വേണം. ഇത് നന്നായി ഒന്നിങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഒരു കയ്യിൽ ഫോണും ഒരു കൈയോടാണ് എല്ലാം ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായൊരു ക്ലാരിറ്റി കുറവും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും, ക്ഷമിക്കണേ കാണുന്നവർ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക.
ആ വെള്ളമെല്ലാം തിളച്ച് നന്നായിട്ടൊരു കുറുകിയ പോലെ ആകുമ്പോൾ കുറച്ച് സോയ സോസ് ഒഴിക്കണം. ടൊമാറ്റോ സോസ് ആരും ഒഴിക്കുന്ന കാണലില്ല, പക്ഷേ കുറച്ച് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്ക് ഹണിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷമാണ് ചിക്കനിട്ട് മിക്സ് ചെയ്യൽ. പക്ഷെ ഞാൻ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ചിക്കൻ ഇടും. എനിക്ക് കുറച്ച് ഹണി മേലെ ആക്കിയതിന് ശേഷമാണ് മിക്സ് ചെയ്യുക. ചിക്കൻ ഇടാം, ഫ്രൈ ചെയ്ത ചിക്കനിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിൽ ഒരു ചിക്കൻ അത്രയും കുറച്ച് സാധനം, വീട്ടിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ചിക്കൻ അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ ചിക്കൻ പെട്ടെന്ന് വെന്തത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റെല്ലാം എങ്ങനെ ഉണ്ടെന്നുള്ള ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനിയാണ് കുറച്ച് ഹണി ഒഴിക്കുക, മുകളിൽ ഇങ്ങനെ ഹണി ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടാ, എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഹണി വെച്ചിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കാണാനും കഴിക്കാനും എല്ലാം അപ്പാര ടേസ്റ്റാട്ടോ, എന്തായാലും നോക്ക്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെളുത്ത എള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മനസ്സിലായി? ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ് ഒനിയൻ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് മേലെ ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് സ്പ്രിങ് ഒനിയൻ ഇല്ല, അപ്പം ഞാൻ ഇങ്ങനെ ആക്കി. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.